കുറേ നാളായിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് അറാബിക് പുഡിംഗ്. സംഭവം ഉണ്ടാക്കാനാണെങ്കിലോ അത്രയ്ക്കും ഈസി, ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ വളരെ കുറവും. കുക്കിംഗ് അറിയത്തില്ലാത്തവർക്ക് പോലും കണ്ണു അടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ? അപ്പോൾ വേഗം വായോ, നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പാലെടുത്തിട്ട് അതിൽ 3 സ്പൂൺ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു കവർ പാലെടുത്ത് നമുക്ക് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം. ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത്. അതില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ ഷുഗർ എടുത്താലും മതി. ഇനി ആ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. എന്നിട്ട് 2 ഡ്രോപ്സ് ഓഫ് വെനില എസൻസും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കിത് ബോയിലായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് എനിക്ക് പാട തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പാല് തിളച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റേർഡ് പൗഡർ ഇല്ലേ, ആ ഒരു കസ്റ്റേർഡ് മിക്സ് നമ്മൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ട്രേയിൽ ബ്രെഡൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ട്രേ ആയതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ ടൈപ്പോ റെക്റ്റാങ്കിൾ ഷേപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ചോയ്സ്. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ആ ഒരു പുഡിംഗ് മിക്സ് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ ഒരു ലെയർ ബ്രെഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഫില്ല് ചെയ്ത് എല്ലാ സ്ഥലത്തും ബ്രെഡ് നമ്മളൊന്ന് വെച്ച് കൊടുക്കുക. ഇനി വീണ്ടും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതായത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു പുഡിംഗ് മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വീണ്ടും നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സ് ഇടാനായിട്ട് മറന്നു പോകല്ലേ, കാരണം ഈ പുഡിങ്ങിനിടയ്ക്ക് ഇങ്ങനെ നട്ട്സ് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ടോപ്പ് ലെയറും കൂടി നമ്മൾ നട്ട്സൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് ഒന്നും ഇവിടെ കഴിഞ്ഞില്ല. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. ഇതുപോലെ കുറച്ച് ഫ്രഷ് ക്രീം ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മിൽക്ക് മെയ്ഡാണ്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക്. ഈ ഒരു സ്റ്റെപ്പ് മിസ് ചെയ്യാനേ പാടില്ല, കാരണം പുഡിങ്ങിൻ്റെ ഫുൾ ടേസ്റ്റും വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പുഡിങ് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചർ ആയതിനു ശേഷം 2 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. ആ ടൈമിൽ ഇതുപോലെ ഉണ്ടാവും, അത്ര യമ്മി ആയിട്ടിരിക്കും. നമുക്കിത് വേണമെങ്കിൽ നൈഫൊക്കെ ഉപയോഗിച്ചൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ടൊക്കെ ചെയ്ത് ഈസ്തെറ്റിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ സെർവൊക്കെ ചെയ്യാം. പക്ഷെ അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഇതുപോലെ ഒന്ന് സ്പൂണിലെടുത്ത് കഴിക്കുമ്പോൾ എൻ്റെ മോനെ. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണേ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും പറയണ്ടല്ലോ അല്ലേ.